ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വൈകിട്ടത്തെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്രണ്ട്സെല്ലാം വിളിച്ചിട്ട് മീൻ പിടിക്കാൻ പോകാമെന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ പോയ സ്ഥലമാണ് പുല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ താഴെ ഇരിക്കുന്ന പുല്ലുകുളത്തിലാണ്. ഇതാണ് പുല്ലുകുളത്തിന്റെ വ്യൂ. മീൻപിടുത്തത്തിന്റെ ഹെഡ് ഇവനാണ്. താഴെ ഇറങ്ങിപ്പോയിട്ട് മീൻ പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പോയത് താഴെ വീഴാനാണ് പോയത്. പുള്ളിക്കാരൻ വീണാലും വിജയം കണ്ടെത്തിയോണ്ട് പുള്ളി വരാറുള്ളൂ. അങ്ങനെ പുള്ളിക്കാരന്റെ ചൂണ്ടയ്ക്ക് ഒരു മീൻ കൊത്തിയിട്ടുണ്ട്. അത് വ്രാലായിരുന്നു. നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് 2 വ്രാലും ഒരു സ്ലോപ്പിയാണ് കിട്ടിയത്. ഇരയ്ക്ക് മീൻ കൊത്തിയില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ ഒരു പച്ച വെട്ടിൽ പിടിച്ചാൽ മീൻ കൊത്തുമെന്ന് പറഞ്ഞ് പിന്നെ ഒരു പച്ച വെട്ടിൽ പുള്ളി പിടിച്ച് ഒരു വ്രാല് കൂടെ പിടിച്ചെടുത്തു. മീൻ പിടിക്കുന്നതിൽ നല്ല നേക്കുള്ളവനാണ് ഇവൻ. മീൻ പിടിക്കുന്നതിൽ ഒട്ടും നേക്കില്ല എനിക്ക്. കിട്ടിയ മീനെ അവിച്ച് കഴിക്കാൻ നേക്കുണ്ട് കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന മീനെല്ലാം കഴുകി വൃത്തി ചെയ്ത് മസാല എല്ലാം പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള മസാല ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇതിൽ ചേർത്തിട്ടുള്ള മസാല എന്ന് പറയുന്നത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഉപ്പുമാണ്. മസാലയെല്ലാം നമ്മളെ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയെല്ലാം പിടിച്ചു വന്നതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പം നിങ്ങൾ കണ്ട പലഹാരം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഈ പലഹാരത്തിന്റെ വീഡിയോ ഞാൻ ഒരു ദിവസം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത മീനിനെ എടുത്ത് കഴിച്ചു നോക്കും മക്കളെ. അടിപൊളിയാടാ, റൈറ്റോ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാൻ. ടാറ്റാ ബൈ സി.